ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ബ്രിട്ടനിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയണത് അല്ലേ. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ് ബ്രിട്ടനിൽ ആരംഭിച്ചത്, എങ്ങനെയാണ് ദെൻ അതിൻ്റെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു റിവല്യൂഷൻ എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ദെൻ പ്രീവിയസ് ക്ലാസ്സിൽ, നമ്മുടെ തൊട്ട് മുന്നേയുള്ള ക്ലാസ്സിൽ റോക്ക്ഡെയിൽ പൈനീസ് അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയി പറഞ്ഞു. എന്താണ് റോക്ക്ഡെയിൽ പൈനീസ്, അല്ലെങ്കിൽ ആ ഒരു പൈനീസ് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ യൂസ് ചെയ്യാൻ കാരണം എന്താ, ദെൻ അതിൻ്റെ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോണ ഒരു സിംഗിൾ ടോപ്പിക് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ CWS. എന്താണ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ എന്ന് പറയുന്നത്, ദെൻ അതെങ്ങനെയാണ് ഫോർമേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോണത്. യെസ്, നമ്മൾ പറയുന്നത് ഇപ്പോൾ ഗ്രേറ്റ് ബ്രിട്ടനിലെ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ്സിന്റെ ഒരു ഗ്രോത്ത് ആണ്. CWS അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ എന്നുള്ളത് ഇറ്റ് വാസ് എൻ അൺനോർത്ത് സ്റ്റേജ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേഷൻ. കോപ്പറേഷനിലെ ആ ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രസ്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ആണ് CWS എന്നുള്ളത്. ദാറ്റ് മീൻസ് ഇംഗ്ലണ്ടിൽ കോപ്പറേറ്റീവ് സ്റ്റോർ എന്നുള്ളത് അത്യാവശ്യം പോപ്പുലർ ആവും അല്ലെങ്കിൽ കുറച്ചൊരു പ്രോസ്പെറസ് ആവും ചെയ്തിട്ടുള്ളത് ഈ ഒരു CWS അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ ആരംഭിച്ചതിന് ശേഷമാണ്. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നു, നമ്മുടെ അവിടുത്തെ നോർമൽ പീപ്പിൾ അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ് പീപ്പിളിനെ അത് അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്തു. പക്ഷേ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് പോസിറ്റീവായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിൽ വെൽത്ത് കൂടി, പ്രോസ്പെരിറ്റി കൂടി, ഫാക്ടറീസ് വന്നു, ഇൻഡസ്ട്രീസ് വന്നു, അങ്ങനെ ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രി ആയിട്ട് മാറുകയാണ് അല്ലേ. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ട്രേഡ് ഇൻക്രീസ് ആയി, അതായത് ആവശ്യക്കാരുണ്ട്, പ്രൊഡക്ട്സിന് ഡിമാൻഡ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. മിക്കവാറും ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിമാൻഡിനോട് കോപ്പപ്പ് ചെയ്യാൻ സപ്ലൈക്ക് കഴിയാതെ വന്നു. സോ അത്തരം സിറ്റുവേഷനിലാണ്, അതായത് ഡിമാൻഡ് കൂടുതലാണ്, പ്രൊഡക്ട്സിന്റെ സപ്ലൈ കുറവാണ്, ട്രേഡ് വോളിയം കൂടുതലാണ്, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നത്. അതായത് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോഴ്സ് ഫോർമേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ അത്തരം ഒരു സർക്കംസ്റ്റാൻസസ് വരുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമാണ്. ഇംഗ്ലണ്ടിൽ അവിടെ വെൽത്ത് കൂടി, പ്രോസ്പെരിറ്റി കൂടി, ട്രേഡ് വോളിയംസ് കൂടി, പക്ഷേ ഡിമാൻഡിനെ കോപ്പപ്പ് ചെയ്യാൻ സപ്ലൈക്ക് കഴിയാതെ വന്നു. സോ അത്തരം സിറ്റുവേഷനിലാണ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ എമേർജ് ചെയ്യുന്നത്. 1864 ആക്ച്വലി ഈ ഒരു കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോഴ്സ് ആദ്യമായിട്ട് മാഞ്ചസ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഫോർമേറ്റ് ചെയ്യുന്നത്, ആദ്യമായിട്ട് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ അതിന് ഒരുപാട് കാലം മുൻപ് തന്നെ 1850കളിൽ തന്നെ ഇത്തരത്തില് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മിസ്റ്റർ EV നീൽ എന്ന് പറയുന്ന ഒരു സോഷ്യലിസ്റ്റ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പല കാരണങ്ങളാലും അത് അത്രയും അധികം പോപ്പുലർ ആയില്ല, അല്ലെങ്കിൽ ഒരുപാട് പേര് അത് ശ്രദ്ധിച്ചില്ല, അതങ്ങനെ കാര്യമായി നടപ്പിലാക്കാൻ സാധിച്ചില്ല. പക്ഷെ 1864 കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് വരികയാണ്. മാഞ്ചസ്റ്ററിൽ ആദ്യമായിട്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ എന്ത് ചെയ്തു, നമ്മൾ ഓപ്പൺ ചെയ്തു. അതിന് മുന്നേ ഒരുപാട് വർഷം മുന്നേ മിസ്റ്റർ EV നീൽ ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ അത് അന്ന് അധികം ശ്രദ്ധിക്കാതെ പോയി, അതാണ് പറയുന്നത്. യെസ്, ഈ ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് എന്തിനു കാരണമായി, കൺസ്യൂമർ ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റിന് കാരണമായി. ഡെവലപ്മെന്റ് ഓഫ് കൺസ്യൂമർ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യാൻ ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോഴ്സിന്റെ ഫോർമേഷൻ ഒരുപാട് സഹായിച്ചു. അതുപോലെ തന്നെ ഒരു ലാർജ് സ്കെയിലിൽ അഗ്രികൾച്ചറൽ ഗുഡ്സും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ഒക്കെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചറൽ ഗുഡ്സിന്റെ പ്രൊഡക്ഷൻ ഒരു ലാർജ് സ്കെയിലിൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൾസെയിൽ സ്റ്റോഴ്സ് എന്ത് ചെയ്തു, സഹായകമായിട്ടുണ്ട്. ദെൻ ഒരുപാട് പ്രൊഡക്ട്സിന്റെ, അതായത് ബിസ്ക്കറ്റ്, സ്വീറ്റ്സ്, കാൻഡിൽസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രൊഡക്ട്സിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റ്സുകൾ, ഫാക്ടറീസ് എന്ത് ചെയ്തു, ഇംഗ്ലണ്ടിൽ പുതുതായിട്ട് സെറ്റപ്പ് ചെയ്തു. ദെൻ ഈ ഫാക്ടറീസ് ഒക്കെ വെൽ ഇക്വിപ്ഡ് ആയി, അതായത് മോഡേൺ മെഷീനറീസും ടെക്നോളജീസും അപ്ഗ്രേഡഡ് ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്ത് പ്രൊഡക്ഷൻ പോസിബിൾ ആയി. അതുകൊണ്ട് തന്നെ മോർ പ്രൊഡക്ട്സ് മോർ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. ആ ഒരു സമയത്ത് ബ്രിട്ടനിൽ മോർ പ്രൊഡക്ട്സ് മോർ എഫിഷ്യൻ്റ്ലി
പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റി. ദെൻ ഈ ഹോൾസെയിൽ സ്റ്റോഴ്സ് ഗ്രാജുവലി എന്ത് ചെയ്തു, അവരുടെ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് ഇങ്ങനെ വരികയാണ്. അവർ ഫ്രൂട്ട്സ് സ്വന്തമായിട്ട് ഫ്രൂട്ട്സ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി, അവർ പ്ലാന്റേഷൻ നടത്താൻ തുടങ്ങി. ദെൻ അവർ ട്രാൻസ്പോർട്ടേഷൻസ് അറേഞ്ച്മെന്റ്സിലും എൻഗേജ് ചെയ്ത് തുടങ്ങി. അതായത് അവർക്ക് എന്ത് ചെയ്യണം, അവരുടെ പ്രൊഡക്ട്സുകൾ ഓരോ ഡിഫറെന്റ് സ്റ്റോഴ്സിൽ എത്തിക്കണം, അല്ലെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവരുടെ വെയർ ഹൗസിലേക്ക് എത്തിക്കണം. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ ട്രാൻസ്പോർട്ടേഷൻ സ്വന്തമായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. ദെൻ 1879 ഹോൾസെയിൽ സ്റ്റോഴ്സ് എന്ത് ചെയ്തു, സ്വന്തമായിട്ട് ഒരു ഷിപ്പ് പർച്ചേസ് ചെയ്തു മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഗുഡ്സ് കൊണ്ടുവരാൻ. അതുപോലെ തന്നെ ചീപ്പസ്റ്റ് റേറ്റിന് ഗുഡ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, സ്വന്തമായിട്ട് ഒരു ഷിപ്പും 1879 ആ ഒരു കോപ്പറേറ്റീവ് സ്റ്റോഴ്സ്, ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് എന്ത് ചെയ്തു, സ്വന്തമായിട്ട് ഒരു ഷിപ്പ് പർച്ചേസ് ചെയ്തു. സോ നമുക്ക് ഇതിന്നൊക്കെ കാണാൻ കഴിയുന്നത് ആ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോഴ്സിന്റെ ആ ഒരു ഗ്രോത്ത് ആണ്. ഇംഗ്ലണ്ടിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമാണ് ഇത്തരത്തില് കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് എന്ത് ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്നത്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അവിടെ ഇംഗ്ലണ്ടിൽ എന്ത് ചെയ്തു, ട്രേഡ് വോളിയം വളരെ അധികം കൂടി, ട്രേഡ് ഒരുപാട് കൂടുകയാണ്, ഡിമാൻഡ് വളരെ കൂടുകയാണ്. പക്ഷെ ആ ഡിമാൻഡിനോട് കോപ്പപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ സപ്ലൈക്ക് സാധിക്കുന്നില്ല. അപ്പൊ അത്തരം സിറ്റുവേഷനിലാണ് ഒരു ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. 1864 ആദ്യമായിട്ട് മാഞ്ചസ്റ്ററിൽ എന്ത് ചെയ്യുന്നത്, ആ ഒരു കോപ്പറേറ്റീവ് സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ വളരെ മുൻപ് 1850-കളിലെ അത്തരത്തിലൊരു കൺസെപ്റ്റ് മിസ്റ്റർ ഇ.വി. നെയിൽ എന്ന് പറയുന്ന അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ്, അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അധികം ആരും അത് ശ്രദ്ധിച്ചില്ല. പക്ഷെ പിന്നീട് 1864 ആ ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്തു, പ്രാക്ടിക്കലായി. അതായത് 1864 മാഞ്ചസ്റ്ററിൽ ഒരു ന്യൂ കോപ്പറേറ്റീവ് സ്റ്റോർ ഓപ്പൺ ചെയ്യാണ്. ദെൻ ആ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് അവരുടെ പ്രൊഡക്ഷന് വേണ്ടി ഒരുപാട് ഫാക്ടറീസ് കൊണ്ടുവന്നു. ആ ഫാക്ടറീസ് ഒക്കെ വെൽ ഇക്വിപ്ഡ് ആയി, അതായത് അപ്ഗ്രേഡഡ് ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്ത് മോർ എഫിഷ്യൻ്റ് ആയിട്ട് അവർ മോർ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്തു. ദെൻ അവർ സ്വന്തമായിട്ട് പ്ലാന്റേഷൻ ഒക്കെ തുടങ്ങി. ദെൻ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച്മെന്റ്സ് സ്വന്തമായി ചെയ്തു തുടങ്ങി. ദെൻ 1879 സ്വന്തമായിട്ട് ഒരു ഷിപ്പ് പർച്ചേസ് ചെയ്തു മറ്റു രാജ്യങ്ങളിൽ നിന്ന് ചീപ്പസ്റ്റ് റേറ്റ്സിന് പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ. ദെൻ പിന്നെ എന്ത് ചെയ്തു, ആ CWS കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോറിന്റെ ഡിപ്പാർട്ട്മെന്റ്സുകൾ, ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ സെപ്പറേറ്റ് ആയി വന്നു. ആക്ച്വലി ഒരു സിംഗിൾ സിസ്റ്റം അല്ലെങ്കിൽ ഒരു സിംഗിൾ മാനേജ്മെന്റ് ആയിരുന്നു. ദെൻ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട്, അതായത് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്സ്, അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ അങ്ങനെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളായിട്ട് ആ ഒരു സ്റ്റോർ എന്ത് ചെയ്യാണ്, വളരുകയാണ്. ദെൻ അവർ എന്ത് ചെയ്തു, അവരുടെ ജനറൽ ബോഡി മീറ്റിംഗ്സുകളൊക്കെ ടേക്ക് പ്ലേസ് ചെയ്യാൻ തുടങ്ങി. അവരുടെ ഡെലിഗേറ്റ്സിനെ, അതായത് ഓരോ ചെറിയ സ്റ്റോറുകളും റീറ്റെയിൽ സ്റ്റോറുകളും അവരുടെ ഡെലിഗേറ്റ്സിനെ ഈ ഹോൾസെയിൽ സ്റ്റോറിന്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ, ജനറൽ ബോഡി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ അവർ എന്ത് ചെയ്തു, ഇലക്ട് ചെയ്തു. ദെൻ ഈ ഡെലിഗേറ്റ്സിന്റെ ഇടയിൽ നിന്ന് അതിന്റെ ഒരു മാനേജ്മെന്റിന്, ഹോൾസെയിൽ സ്റ്റോറിന്റെ ഒരു മാനേജ്മെന്റിന് ഇലക്ട് ചെയ്തു. അങ്ങനെ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ അല്ലെങ്കിൽ CWS എന്ത് ചെയ്യാണ്, മൂവ് ചെയ്യായിരുന്നു. ദെൻ നമ്മൾ പറയാൻ പോണത് കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെന്റ്. അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം ആദ്യമായിട്ട് റോക്ക്ഡെയിൽ പൈനീസ് വരുന്നു. ദെൻ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ വരുന്നു. ദെൻ പിന്നീടാണ് ഈ ഒരു കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അതായത് കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ് 1954 ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിൽ മാത്രമായിട്ട് 11,000 കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഉണ്ടായിരുന്നു. ആ 11,000 കോപ്പറേറ്റീവ് സ്റ്റോഴ്സിലായിട്ട് അവിടുത്തെ ടോട്ടൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് 1,12,00,000 ആണ്. 1,12,00,000 ആളുകൾ ഈ 11,000 കോപ്പറേറ്റീവ് സ്റ്റോഴ്സിലായിട്ട് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. സോ ഇതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ആ ഒരു വളർച്ചയാണ്, ആ ഒരു ഗ്രോത്ത് ആണ്, ഒരു റാപ്പിഡ് അല്ലെങ്കിൽ ഒരു റാഡിക്കൽ ചേഞ്ച് ആണ് ബ്രിട്ടനിൽ, ദാറ്റ് മീൻസ് ഇംഗ്ലണ്ടിൽ ഉണ്ടായിട്ടുള്ളത്. ദെൻ പിന്നീട് നമ്മൾ പറയുന്നത് ഫാക്ടേഴ്സ് ലീഡിങ് ടു ദി സക്സസ് ഓഫ് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ബ്രിട്ടൻ. അതായത് ബ്രിട്ടനിലെ ഈ ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ സക്സസിന് ലീഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് സക്സസ് ആവാൻ കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അതിൽ ഫസ്റ്റ് വൺ പറയണത് ഈ യൂറോപ്യൻ കൺട്രീസിന്റെ ഇടയിൽ ആദ്യമായിട്ട് ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ടുക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇംഗ്ലണ്ടിലായിരുന്നു. ഇംഗ്ലണ്ടിലാണ് ആദ്യമായിട്ട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വരുന്നത്.
ആ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് കോപ്പറേറ്റീവ് മൂവ്മെന്റിന് കാരണമായിട്ടുള്ളത്. സോ അത്തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആണ് ആക്ച്വലി കൺസ്യൂമർ സ്റ്റോഴ്സ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുന്ന അതിന്റെ ആ ഒരു സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു ഗ്രോത്തിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടർ. ദെൻ സെക്കൻഡ് വൺ വന്ന് the workers generally have a common standard of life and common wants. അതായത് എപ്പോഴും ഒരു വർക്കിംഗ് ക്ലാസ് പീപ്പിൾ അല്ലെങ്കിൽ നോർമൽ ക്ലാസ് പീപ്പിളിന് ഒരു കോമൺ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ കോമൺ വാണ്ട്സ് ആയിരിക്കും അവർക്ക്. അപ്പോൾ അത്തരം വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്സിന് ആ ഒരു കോമൺ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൺസ്യൂമർ സ്റ്റോഴ്സിന് സാധിച്ചു. സോ അതാണ് രണ്ടാമത്തെ കാര്യം. ബ്രിട്ടനിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ ആ ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് സക്സസ് ആവാൻ കാരണമായിട്ടുള്ളതാണ് ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. ആദ്യമായിട്ട് ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ടേക്ക് പ്ലേസ് ചെയ്തത് ഇംഗ്ലണ്ടിലാണ്. ദെൻ അവിടുത്തെ വർക്കിംഗ് ക്ലാസ് പീപ്പിളിനെയാണ് അത് അഫക്ട് ചെയ്തത്. അപ്പോൾ ആ വർക്കിംഗ് ക്ലാസ് പീപ്പിളിന്റെ കോമൺ വാണ്ട്സ് അല്ലെങ്കിൽ കോമൺ ലിവിങ് സ്റ്റൈലിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കൺസ്യൂമർ സ്റ്റോഴ്സിന് സാധിച്ചു. ദെൻ നമുക്കറിയാം ബ്രിട്ടൻ ആ ഒരു പീരീഡിൽ ബ്രിട്ടനിൽ ഒരു കൊളോണിയലിസം ആയിരുന്നു. സോ ബ്രിട്ടൻ ബിസിനസ്സസ് ഒക്കെ ചെയ്തിരുന്നത് ബിസിനസ്സസ് വിത്ത് ഇറ്റ്സ് കോളനീസ്. ബ്രിട്ടൻ വാസ് ഡൂയിങ് ബിസിനസ്സസ് വിത്ത് ഇറ്റ്സ് കോളനീസ്. സോ ഒരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ കണ്ടക്ട് ചെയ്യാനും അല്ലെങ്കിൽ അതിന്റെ പ്രൈസസ് മിനിമം ആക്കി റെഡ്യൂസ് ചെയ്യാനൊക്കെ ആ ഒരു സമയത്ത് ബ്രിട്ടന് സാധിച്ചു. അതും വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. ദെൻ ദ ഫോർത്ത് വൺ ആക്ച്വലി ദ ബിസിനസ് റിക്വയർ ഹ്യൂജ് ഫണ്ട്സ്. ഏതൊരു ബിസിനസ്സിന് നമ്മൾ പോവാന്നുണ്ടെങ്കിലും കുറച്ചധികം ഫണ്ട് നമുക്ക് റിക്വയർഡ് ആണ്, ആവശ്യമുണ്ട്. പക്ഷേ ബ്രിട്ടനിൽ ഫിനാൻഷ്യലി ബ്രിട്ടൻ സ്ട്രോങ് ആയിരുന്നു. അതായത് കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമർ സ്റ്റോഴ്സിന് ഫിനാൻഷ്യലി സൗണ്ടഡ് ആയിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അവർക്ക് ആമ്പിൾ ഫണ്ട്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ബ്രിട്ടനെ ഫേസ് ചെയ്തിട്ടില്ല, ബാധിച്ചിട്ടില്ല. ദെൻ ദ ഫിഫ്ത്ത് വൺ, വിമൻ പ്ലേഡ് ഗ്രേറ്റ് റോൾ ഇൻ ദി സക്സസ് ഓഫ് ദി കോപ്പറേറ്റീവ് സ്റ്റോഴ്സ്. കൺസ്യൂമർ സ്റ്റോഴ്സ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സ്റ്റോഴ്സിന്റെ സക്സസിന് പിന്നിൽ സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കാരണം പൊതുവെ ഓരോ വീടുകളും അതായത് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്നുള്ളത് സ്ത്രീകളുടെ കയ്യിലാണ്. സോ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമർ സ്റ്റോഴ്സിന്റെ ഒരു സക്സസിന് പിന്നിൽ വിമൻസും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഗ്രേറ്റ് റോൾ അവരും വഹിച്ചിട്ടുണ്ട്. ദെൻ ഈ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമർ സ്റ്റോഴ്സ് ഒക്കെ ഇത്രയും സക്സസ് ആവാൻ അതിന്റെ എഫിഷ്യന്റ് മാനേജ്മെന്റ് അത് മറ്റൊരു ഘടകമാണ്. ദെൻ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ആദ്യമായിട്ട് ബ്രിട്ടനിൽ ഉണ്ടായിട്ടുള്ള കോപ്പറേറ്റീവ് മൂവ്മെന്റ് റോക്ക്ഡെയിൽ പൈനീസ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ്, ആ ആശയങ്ങളെ അല്ലെങ്കിൽ അവരുടെ പ്രിൻസിപ്പിൾസിനെ കൺസ്യൂമർ സ്റ്റോഴ്സും കോപ്പറേറ്റീവ് സ്റ്റോഴ്സും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ പ്രിൻസിപ്പിൾസിൽ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിൾസിനെ ഫോളോ ചെയ്തായിരുന്നു. സോ one of the reason for the success of consumer stores was the strict adherence to cooperative principles. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് കൃത്യമായും പാലിച്ചു എന്നുള്ളതും കൺസ്യൂമർ സ്റ്റോഴ്സിന്റെ ഒരു വിജയത്തിന് പിന്നിലുള്ള റീസൺ ആണ്. ദെൻ ദ ലാസ്റ്റ് വൺ, ദ വർക്കിംഗ് ക്ലാസ് ഐഡന്റിഫൈഡ് themselves with the cooperative movement. So that helps the cooperative stores. അതായത് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഞങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു തോന്നല് വർക്കിംഗ് ക്ലാസ് പീപ്പിളിന്റെ ഇടയിൽ ഉണ്ടായി. കാരണം അവരുടെ ഉന്നമനത്തിന് വേണ്ടിയായിരുന്നു. അവരെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഇൻസെക്യൂരിറ്റീസ്, അവരുടെ സ്കോസിറ്റീസ്, അവരുടെ പോവർട്ടീസ് അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. സോ അത് കൃത്യമായിട്ടും അവർ ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ അവരുടെ ഒരു സപ്പോർട്ട് അതിന് ഈ കോപ്പറേറ്റീവ് മൂവ്മെന്റ്സിന് ഉണ്ടായി. അതും കോപ്പറേറ്റീവ് സ്റ്റോഴ്സിന്റെ വിജയത്തിനുള്ള ഒരു റീസൺ ആണ്. യെസ്, അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ CWS എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് അതിന്റെ ഒരു അനദർ സ്റ്റേജ് ആയിരുന്നു. ആ ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഡെവലപ്മെന്റിൽ വന്നിട്ടുള്ള വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സ്റ്റോൺ അതായിരുന്നു കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ അല്ലെങ്കിൽ CWS എന്നുള്ളത്. ഇംഗ്ലണ്ടിൽ ഉണ്ടായിട്ടുള്ള ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അതിനുശേഷം ഇംഗ്ലണ്ടിൽ ഉണ്ടായിട്ടുള്ള ട്രേഡ് വോളിയം വളരെ കൂടി, ഡിമാൻഡിന് സപ്ലൈ ആയിട്ട് മീറ്റ് ചെയ്യാൻ അതായത് കോപ്പ് ചെയ്യാൻ പറ്റാതെ വന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. ആദ്യമായിട്ട് ഇംഗ്ലണ്ടിൽ ബ്രിട്ടനിലെ മാഞ്ചസ്റ്ററിലാണ് 1864 കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ വന്നിട്ടുള്ളത്. പക്ഷെ അതിന്റെ വളരെ അധികം കാലം മുന്നേ തന്നെ 1850കളിൽ മിസ്റ്റർ റിവി നീൽ എന്ന് പറയുന്ന അദ്ദേഹം സോഷ്യലിസ്റ്റ്, അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അത് അത്ര അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല.
ദെൻ ഈ ഹോൾസെയിൽ സ്റ്റോഴ്സ് ഒക്കെ ഫോർമേറ്റ് ചെയ്തത് കൺസ്യൂമർ ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റിന് കാരണമായി. അഗ്രികൾച്ചറൽ ഗുഡ്സും ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ഒക്കെ ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റി. ദെൻ ഇംഗ്ലണ്ടിൽ ഒരുപാട് ന്യൂ ഫാക്ടറീസ് പ്ലേസ് ചെയ്തു. ദെൻ ആ ഫാക്ടറീസ് എല്ലാം വെൽ ഇക്വിപ്ഡ് ആയിരുന്നു. മോഡേൺ മെഷീനറീസും അപ്ഗ്രേഡഡ് ടെക്നോളജീസും അവർ യൂസ് ചെയ്തു. ദെൻ സ്വന്തമായിട്ട് ഈ ഒരു ഹോൾസെയിൽ സ്റ്റോഴ്സ് പ്ലാന്റേഷൻ നടത്തി തുടങ്ങി. അവർ സ്വന്തമായിട്ട് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്തു. ദെൻ 1879 അവർ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ചീപ്പസ്റ്റ് റേറ്റ്സിന് പ്രൊഡക്റ്റ് എത്തിക്കാൻ വേണ്ടി ഒരു ഷിപ്പ് പർച്ചേസ് ചെയ്തു. ദെൻ അവരുടെ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ കൂടി അക്കൗണ്ടിനും ഓഡിറ്റ്സിനൊക്കെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ വന്നു. അവർ ജനറൽ ബോഡി മീറ്റിംഗ്സുകൾ കൂടി. അവരുടെ മാനേജ്മെന്റിനെ അവർ എലക്ട് ചെയ്തു. ദെൻ അങ്ങനെ വളരെ ഗ്രോത്ത്, ഒരു സക്സസ് ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു പ്രോഗ്രസ് കോപ്പറേറ്റീവ് മൂവ്മെന്റിൽ ഉണ്ടായി. 1954 എന്ന് പറയുന്ന ഒരു പീരീഡ് ഒക്കെ ആവുമ്പോഴത്തേനും 11,000 കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഇംഗ്ലണ്ടിൽ മാത്രമായിട്ട് വന്നു. ദെൻ 1,12,00,000 ടോട്ടൽ മെമ്പർഷിപ്പ് അക്കാലത്ത് ബ്രിട്ടനിൽ കോപ്പറേറ്റീവ് സ്റ്റോഴ്സിൽ ഉണ്ടായിരുന്നു. ദെൻ നമ്മൾ പറഞ്ഞത് ഇത്തരത്തിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ബ്രിട്ടനിൽ സക്സസ് ആവാൻ കാരണമായിട്ടുള്ള അത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ലീഡിങ് ടു ദി സക്സസ് ഓഫ് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ബ്രിട്ടൻ. അതിൽ നമ്മൾ പറഞ്ഞത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അത് ആദ്യമായിട്ടും ഇംഗ്ലണ്ടിലാണ് ഉണ്ടായത്. അതാണ് ഒരു കാര്യം. ദെൻ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ കോമൺ വാൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കൺസ്യൂമർ സ്റ്റോഴ്സിന് സാധിച്ചു. ദെൻ ബ്രിട്ടനിൽ അവർക്ക് ആംപിൾ ഫണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യലി സൗണ്ടഡ് ആയിരുന്നു. ദെൻ അതുപോലെ തന്നെ എഫിഷ്യന്റ് മാനേജ്മെന്റ് ആയിരുന്നു കോപ്പറേറ്റീവ് സ്റ്റോഴ്സിന് ഉണ്ടായത്. ദെൻ റോക്ക്ഡെയിൽ പൈനീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെ അവർ സ്ട്രിക്ട്ലി ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിന്റെ സക്സസിന്റെ പിന്നിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ബ്രിട്ടനിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് നമ്മളിവിടെ എൻഡ് ചെയ്യാണ്. ദെൻ നെക്സ്റ്റ് ഡേ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്, അതായത് ഫോറിൻ കൺട്രീസിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ് നമ്മളിപ്പോൾ പഠിക്കുന്നത് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ. അപ്പോൾ ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എങ്ങനെയായിരുന്നു, അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എവല്യൂഷൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് സക്സസ് ആയി എന്നും പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് കൺട്രി നമ്മൾ ഡീൽ ചെയ്യും. ഓക്കെ, താങ്ക് യു.